എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശയ്ക്ക് കഴിക്കുന്ന ഒരു നാടൻ മസാലക്കറിയാണ് കേട്ടോ. തൃശ്ശൂർ ഭാഗങ്ങളിൽ, അതായത് പാലക്കാടോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂർ ഭാഗങ്ങളിൽ ഇത് ദോശയ്ക്ക് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നല്ലൊരു നാടൻ റെസിപ്പിയാണിത്. ദോശയ്ക്ക് മാത്രമല്ല, അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിക്ക് ചോറിന് വരെ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മോര് ഒഴിച്ച ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള സവോള വളരെ കനം കുറഞ്ഞരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായി മാറണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളി മയങ്ങി വന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഏകദേശം 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാലക്കറി എന്ന് പേരേ ഉള്ളൂ. ഇതിൽ നമ്മൾ ബാക്കിയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഗരം മസാലകളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണിത്. ഇതൊരു മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ അങ്ങനെ തക്കാളി കൂടുതലും ചേർക്കാറില്ല. പിന്നെ ഒരു ചെറിയ പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊക്കെ തക്കാളി ഒന്നും ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഏകദേശം ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിറച്ചൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ലൊരു മണവും ടേസ്റ്റാണ്. ഇഞ്ചി മല്ലിപ്പൊടിയും കൂടിയും ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. പഴയ കാലങ്ങളിലൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് മസാലക്കറി എന്ന് പറയുമ്പോൾ നമ്മളുടെ പോലെ ഗരം മസാലകളൊക്കെ കുറവായിരിക്കും. മസാലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെയാണ് കേട്ടോ തയ്യാറാക്കുക. ഏകദേശം 2-3 മിനിറ്റ് നേരം നന്നായിട്ട് മസാല മൂക്കണം വരുന്ന വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉള്ളി മൂടുന്ന പരുവത്തിൽ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഉള്ളി വെന്ത് കിട്ടട്ടെ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഇതുപോലെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരും. ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. പിന്നെ കറികളുടെ ഗ്രേവി എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ല പുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം വെള്ളം വേണം. അപ്പോൾ ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറി പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, ഗ്രേവിയോട് കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്? ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല കൊഴുത്ത് ചെയ്യാം. അതല്ല അപ്പം, അങ്ങനെ ഏതിൻ്റെ കൂടെ കഴിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇനി തിളച്ച് ഇതെല്ലാം കൂടി യോജിക്കട്ടെ. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1.5 ഗ്ലാസും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പുട്ടിനാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവാണ്. ഇനി നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. 1-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് 2-ാം പാലിൽ കഷ്ണം വേവിക്കാം. പണ്ടുള്ളവർ അങ്ങനെ 2-ാം പാലിലാണ് കഷ്ണം വേവിക്കുക. അതിനുശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വെള്ളത്തിൽ കഷ്ണമെല്ലാം വേവിച്ചതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ നാളികേരത്തിൻ്റെ 1-ാം പാൽ മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിക്കുന്ന വീഡിയോ വിട്ടുപോയി. 1-ാം പാലിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഈ കറി ഒന്ന് തിള വരാനേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം തിളയൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചേരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു വറവ് നിർബന്ധമാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്ത് കൂട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു മസാലക്കറി തയ്യാറായിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പലവർക്കും ഈ റെസിപ്പി അറിയുന്നതാവും, പക്ഷേ ഒരു വ്യൂവർ ചോദിച്ചിട്ടുള്ള വീഡിയോ ആണത്, ഈ ഒരു റെസിപ്പി ഇടണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ.
ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളുടെയൊക്കെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും കാണാവുന്നതാണ്. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്